അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. എന്താണ് ഈ മുസ്തഖീമായ വഴി, നേരായ വഴി? അതെന്താണ്? പല ആളുകളെ സംബന്ധിച്ചിടത്തോളം മുസ്തഖീമായ വഴി എന്ന് പറഞ്ഞാൽ മഹ്ശറയിൽ ഹിസാബും ജവാബും ഒക്കെ കഴിഞ്ഞ് സ്വർഗത്തിലേക്കുള്ളവർക്ക് പോകാനുള്ള ഒരു വഴിയായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നരകത്തിൻ്റെ മുകളിൽ ഒരു സ്ത്രീയുടെ മുടിയിനെ ഏഴായി പിരിച്ച് അത്രയും നേർമമായിട്ടുള്ള ഒരു പാലം. എന്തുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് പോകുന്ന VIP-കൾക്കും VVIP-കൾക്കും അത്രയും നേർമമായിട്ടുള്ള ഒരു പാലം? ഇവിടെ തന്നെ നമ്മൾ VIP-കളെയൊക്കെ സ്വീകരിക്കുന്ന എങ്ങനെ റെഡ് കാർപ്പറ്റും അതേപോലെ ഈ പച്ചപ്പരവതാനിയൊക്കെ വിരിച്ചുകൊണ്ടാണല്ലോ. എന്നാൽ അള്ളാഹു എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാതെ ഇത്രയും നേർപ്പിച്ച് കളഞ്ഞു നമ്മുടെ വഴി? സ്വർഗത്തിലേക്ക് പോകുന്നവരെന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ലോകമാണ് സ്വർഗം. ഇവിടെ വലിയ വലിയ സമ്പന്നന്മാരുടെ കൊട്ടാരങ്ങളും വീടുകളും അവിടേക്കൊക്കെ പോകുമ്പോഴുള്ള വഴി എത്ര മനോഹരമാക്കി വെച്ചിട്ടുണ്ടവർ. എങ്കിൽ ഇതിൻ്റെ എല്ലാം മാലിക്കുൽ മുൽക്കായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വഴിപ്പെട്ട് ഭൂമിയിൽ ജീവിച്ച ആളുകൾക്ക് വേണ്ടി അവൻ വാഗ്ദാനം ചെയ്ത സ്വർഗത്തിൻ്റെ വഴി എന്തേ ഇത്രയും നേർമമാക്കി കളഞ്ഞു? അതാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളിലേക്ക് തേടി വരുമ്പോൾ അള്ളാഹു അവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്താണോ അത് ഇവിടെയും കൂടിയുള്ളതാണ്. ഇവിടെ ഉള്ളതിനെ ഗൗരവത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ സൃഷ്ടിച്ചത്. കാരണം ഇവിടെ ഒരു സിറാത്തുൽ മുസ്തഖീമുണ്ട്. ഇതിനെയാണ് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും 17 പ്രാവശ്യം നിർബന്ധപൂർവ്വം, അല്ലാതെ സുന്നത്തുകളിലൂടെയൊക്കെ അള്ളാഹുവിനോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹയിലൂടെയും അല്ലാത്ത പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അതിലൂടെയൊക്കെ നമ്മൾ അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്നു. ഖുർആൻ്റെ വിവിധങ്ങളായ ആയത്തുകളിലൂടെയൊക്കെ ഈ മുസ്തഖീമായ വഴിയെക്കുറിച്ച് നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഈ മുസ്തഖീമായ വഴി എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു അന്യമതസ്ഥനെ സംബന്ധിച്ചിടത്തോളം മുസ്തഖീമായ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇസ്ലാമിൻ്റെ ഈ ഒരു വഴിയാണ്, മുസ്ലിം ആവുക എന്നുള്ളതാണ്. അപ്പം നമ്മളൊക്കെ മുസ്ലിമായി കഴിഞ്ഞിട്ട് നമ്മൾ തേടുന്നത് എന്താ? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരായ വഴിയിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണമേ, ചേർക്കണമേ എന്നാണ്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ തേടുന്നതിൽ അർത്ഥമുണ്ടോ? ഇപ്പോൾ ഭക്ഷണം കഴിച്ച് വിശപ്പടങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും ഭക്ഷണത്തിന് ആരെങ്കിലും തേടുമോ? ഇല്ല. തഹ്സീലുൽ ഹാസിൽ മുഹാലാണ് എന്ന് പറഞ്ഞാൽ കരസ്ഥമായ ഒരു കാര്യം അതിനെ വീണ്ടും തേടുക എന്ന് പറഞ്ഞാൽ അസംഭവ്യമായതിനെ തേടുന്നു എന്നാണ്. അപ്പം നമുക്ക് ഹിദായത്ത് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ വീണ്ടും ഹിദായത്തിനെ തേടുന്നത്? ഇതിപ്പോൾ നമ്മളെ കാര്യം മാത്രമല്ലല്ലോ. ഇപ്പം നമുക്ക് ഹിദായത്ത് ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് തേടുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാത്രമല്ലല്ലോ തേടുന്നത്. നമ്മളും മറ്റുള്ള മുഅ്മിനീങ്ങളും സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, ആരിഫീങ്ങൾ, അമ്പിയാക്കൾ എല്ലാവരും അള്ളാഹുവിനോട് തേടിയിട്ടുള്ളതാണ് ഈ തേട്ടം. അപ്പോൾ അള്ളാഹു നമ്മളോട് ഇത് ഇത്രയും പ്രാവശ്യം ആവർത്തിച്ച് ഇങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കാൻ മറ്റേതെങ്കിലും പ്രാർത്ഥനകൾ കൊണ്ട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് അള്ളാഹു ഈ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു നൽകിയത് എന്തിനാണ്? അതും ഈ പ്രാർത്ഥന നമുക്ക് സമ്മാനിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് ആ ഒരു സംഭവങ്ങൾ നടക്കുന്നത്. നിങ്ങളൊന്ന് നോക്ക്. അള്ളാഹു അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അഷ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കാണാൻ വേണ്ടി വിളിക്കുന്നു. അങ്ങനെ നേരിട്ട് ഖാബ ഖൗസൈനി ഔ അദ്ന അത്രയും അടുത്ത് നിൽക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതല്ല, നിസ്കാരം. ആ നിസ്കാരത്തിൽ നമ്മൾ നമ്മുടെ അവയവങ്ങളും ഹൃദയവും എല്ലാം വുളൂഇലൂടെ ശുദ്ധി ചെയ്തിട്ട് എന്നിട്ട് വന്ന് നമ്മൾ ഖിബിലയിലേക്ക് മുന്നിട്ട് നിന്ന് തക്ബീറത്തുൽ ഇഹ്റാം കൈ ഉയർത്തുമ്പോൾ അള്ളാഹു അല്ലാത്ത എല്ലാറ്റിനെയും അങ്ങോട്ട് മാറ്റിക്കളഞ്ഞിട്ട് അള്ളാഹുവിനെ മാത്രം ഇങ്ങനെ ഹൃദയത്തിൻ്റെ മടിത്തട്ടിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി വജ്ഹത്ത് ഓതി അള്ളാഹുവിനെ സ്തുതിച്ചും പ്രകീർത്തിച്ചും എന്നിട്ടാണ് അള്ളാഹുവിനോട് ഈ പ്രാർത്ഥന നട്ടെല്ല് നേരെ നിവർത്തി പിടിച്ചുകൊണ്ട് അല്പം തലകുനിച്ച് ആ അദബോടുകൂടി നിന്നുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ തേടുന്നത്. ഇത്രയും ഗൗരവത്തിൽ അല്ലെങ്കിൽ ഇത്രയധികം രഹസ്യങ്ങൾ നിറഞ്ഞ ഈ ഒരു പ്രാർത്ഥന, ഇതിൻ്റെ പൊരുൾ എന്താണ്? ഇമാമിങ്ങൾ ഇതിനെ സംബന്ധിച്ച് ധാരാളം വലിയ ചർച്ചകളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ ആഴത്തിൽ ഈ വീഡിയോയിലൂടെ ഞാൻ കടന്നു പോകുന്നില്ല. മറ്റ് കുറച്ച് വീഡിയോകൾ കൂടി ഈ വിഷയത്തിൽ ചെയ്യേണ്ടി വരും. അതിൽ ഈ ഹിദായത്തിനെ പറ്റി കൂടുതൽ വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യാം. ഇതിൽ ഞാൻ പറയുന്ന അതിൻ്റെ മറ്റൊരു ലൈനാണ്. എന്ന് വെച്ചാൽ അള്ളാഹു ഇത്രയും പ്രാവശ്യം ഇത് ചോദിക്കാൻ അള്ളാഹു കൽപ്പിക്കുമ്പോൾ അതിനകത്ത് വല്ലാത്തൊരു പ്രണയമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുമ്പ്
ആദം നബീനെയും ഒക്കെ പടക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ എവിടെയായിരുന്നു? അന്നും നമ്മളുണ്ട് അല്ലേ? എല്ലാ സൃഷ്ടിപ്പിൻ്റെയും മുമ്പ് നമ്മളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന മിൻ നൂരില്ല വകുല്ലു ഷൈഇൻ മിൻ നൂരി, ഞാൻ അള്ളാഹുവിൻ്റെ പ്രകാശത്തിൽ നിന്നാണ്, മറ്റെല്ലാം എൻ്റെ പ്രകാശത്തിൽ നിന്നുമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാലത്ത് നബിതങ്ങളുടെ ആ പ്രകാശമായിരുന്നു. അതിനു മുമ്പ് അള്ളാഹുവിൻ്റെ പ്രകാശമായിരുന്നു അല്ലേ? ആ പ്രകാശമാണ് ഇറങ്ങി വന്ന് മനുഷ്യകോലത്തിലായി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് ഈ മനുഷ്യരൂപത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിനോട് നമ്മൾ ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ആ ഉടമ്പടിയെക്കുറിച്ച് ഖുർആനിൽ എല്ലാ പ്രവാചകന്മാരിലൂടെയും ഉണർത്തിയിട്ടുണ്ട്. ആ ഉണർത്തിയ കാര്യങ്ങളൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. അലസ്തു ബി റബ്ബിക്കും എന്നുള്ള ഒരു എഗ്രിമെൻ്റ് അവിടെ സൈൻ ചെയ്തു. ബല, അതെ എന്ന് സൈൻ ചെയ്തിട്ടാണ് വന്നത്. നീ തന്നെയാണ് ഞങ്ങളെ റബ്ബ് എന്ന് സൈൻ ചെയ്തിട്ട് നമ്മൾ വന്ന് ഈ ഭൗതികമായ ശരീരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇങ്ങനെ പ്രവേശിച്ച് കഴിയുമ്പോൾ ഈ ഭൗതിക ശരീരത്തിന് അതിൻ്റേതായ കുറേ കുഴപ്പങ്ങളുണ്ട്. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ ഇത് ആവശ്യമാണ് താനും. ഈ ഭൂമിയിൽ ഇതോടുകൂടിയാണ് ജീവിക്കേണ്ടത്. ഇതിനെ പടക്കാൻ വേണ്ടി അള്ളാഹു മണ്ണെടുത്തത് ദുനിയാവിൽ നിന്നായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വലിവ് എപ്പോഴും ഈ ദുനിയാവിലേക്ക് തന്നെയായിരിക്കും. എന്നാൽ ഈ റൂഹ് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങി വന്ന ആ പ്രകാശം, അതിൻ്റെ തുടിപ്പ് എപ്പോഴും അള്ളാഹുവിലേക്ക് തന്നെയാകും. അപ്പോൾ അള്ളാഹു നമുക്ക് ഇറക്കി തന്ന ഈ റൂഹ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ആ ഒരു പ്രകാശത്തെയാണ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത്. ഇതിനെ ഇങ്ങോട്ട് ഇറക്കിയത് എന്തിനാ? ഒരൊറ്റ ഉദ്ദേശം, രണ്ടാമതൊരു ഉദ്ദേശമില്ല. അള്ളാഹുവിനെ അറിയുക. ഏത് അസ്തിത്വത്തിൽ നിന്നാണോ അടർന്നു വന്നത് അതേ അസ്തിത്വത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് എന്ത് ചെയ്തത് നമ്മൾ വന്നത്. അപ്പോൾ ഈ ദുനിയാവിൽ നിന്ന് എടുക്കപ്പെട്ട ഈ ശരീരത്തിലേക്ക് വന്നങ്ങോട്ട് കയറിയപ്പോൾ ഈ കുപ്പായം നമ്മൾ ധരിച്ചു കഴിഞ്ഞപ്പോൾ വന്ന വഴി നമ്മൾ മറന്നു. ഇവിടെ ഒരുപാട് അലങ്കാരങ്ങളും പല സംഭവങ്ങളും ഇവിടെ കണ്ടപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഉടമയാണ് എന്നുള്ളത് നമ്മൾ മറന്നു. ഉടമ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുന്നുണ്ട്, ഖലഖ ലക്കും മാ ഫിൽ അർദി ജമിയ, ഭൂമിയിലുള്ളതൊക്കെ നിനക്ക് വേണ്ടി പടച്ചതാണ്. നിന്നെ ഞാൻ എനിക്ക് വേണ്ടി പടച്ചതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉടമ നമ്മളാണ്, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളതാണ്, നമുക്ക് വേണ്ടി ഉള്ളതാണ് എന്നുള്ള വിഷയം നമ്മൾ മറന്ന് നമ്മളെ സ്വീകരിക്കാനും നമ്മളെ സന്തോഷിപ്പിക്കാനും വേണ്ടി അള്ളാഹു ഇവിടെ ഒരു ചമയങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ എന്നുള്ളത് നമ്മൾ മറന്നു. നമ്മളെക്കാളും വിലപിടിപ്പുള്ളതിലേക്കാണല്ലോ നമ്മൾ ആകർഷിക്കേണ്ടത്. നമ്മളെക്കാളും ഒട്ടും വിലയില്ലാത്തതാണ് ഈ ദുനിയാവിലുള്ളത്. കാരണം എന്താ? ഇതിനെ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചമയങ്ങൾക്ക് നമ്മളെക്കാളും വില ഉണ്ടാവുമോ? നമ്മളൊരു കട ഉദ്ഘാടനത്തിന് വേണ്ടി ഒരാൾ ക്ഷണിക്കുമ്പോൾ അവിടെ ഉദ്ഘാടനത്തിന് വേണ്ടി കുറേ സാധനങ്ങളൊക്കെ വെച്ച് ചമയിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കാണോ ഇമ്പോർട്ടൻ്റ്? ഈ ചമയിക്കാൻ ഉപയോഗിച്ച സാധനങ്ങൾക്കാണോ ഇമ്പോർട്ടൻ്റ്? എന്തിനാണ് ഇമ്പോർട്ടൻ്റ് കൂടുതലുള്ളത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഈ സാധനങ്ങൾക്കൊക്കെയാണ് ഇവിടെയുള്ള നല്ല അടിപൊളി കാറും ബസ്സും വീടും അതും ഇതൊക്കെ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമെന്ന് നമ്മൾ ഈ ഭൗതിക ശരീരത്തിലേക്ക് റൂഹ് വന്ന് കടന്ന് ഈ ശരീരത്തിൻ്റെ ലോകത്തേക്ക് ഇങ്ങനെ ഒന്ന് സഞ്ചരിച്ച് തുടങ്ങിയപ്പോൾ നമുക്കങ്ങനെ മനസ്സിലായി ദുനിയാവാണ് ഏറ്റവും വലുതെന്ന്, ഇല്ലേ? ഇനി അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യണം? ഈ റൂഹ് അള്ളാഹുവിലേക്ക് മടങ്ങണം. ആ മടങ്ങിപ്പോകും എന്തായാലും. ഇന്നക്കും ഇലൈനാലാ തുർജഊൻ, നിങ്ങളിനി എന്ത് കഷ്ണമായി നിങ്ങളെ മുറിച്ച് കളഞ്ഞാലും, കടലിലെ മത്സ്യങ്ങൾക്ക് ഇട്ടുകൊടുത്ത് മത്സ്യങ്ങളിങ്ങനെ കൊത്തി തിന്നാലും കത്തിച്ച് കളഞ്ഞാലും എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇത് മടങ്ങുന്നത് എവിടേക്ക് തന്നെയായിരിക്കും? അള്ളാഹുവിലേക്ക് തന്നെയാണ് മടങ്ങുക. പക്ഷെ അങ്ങനെ മടങ്ങുന്ന സമയത്ത് എന്താവണം? ഏറ്റവും നല്ല രൂപത്തിൽ ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം, സലീമായ ഒരു കൽബോട് കൂടിയാവണം ഈ മടങ്ങേണ്ടത്. അള്ളാഹുവിനെ അറിയുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. ആ ഉദ്ദേശം പൂർത്തീകരിച്ചുകൊണ്ട് വേണം അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഖലീഫയായിക്കൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ. ഇതാണ് അള്ളാഹു താല്പര്യപ്പെടുന്നത്. ആ അടർന്ന് വീണ ആ യഥാർത്ഥ അസ്തിത്വം, ആ അസ്തിത്വം അള്ളാഹു നമ്മളെ അഗാധമായ പ്രണയത്തിലൂടെ അള്ളാഹുവിലേക്ക് നമ്മളെ തിരിച്ചു വിളിക്കുകയാണ്. അങ്ങനെ തിരിച്ചു വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകണം എന്നുള്ള ഒരു ബോധവും, ആ പോകണമെങ്കിൽ കുറേ പടിപടികളായി വേണം ഇനി കടന്നു പോകാൻ. കാരണം ഇങ്ങോട്ട് വന്നതും കുറേ പടിപടികൾ കടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതേപോലെ അങ്ങോട്ട് പോകുമ്പോഴും ഈ പടികളൊക്കെ കയറിക്കൊണ്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകേണ്ടത്.
അപ്പോൾ ആ പടികളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ആ പറയുന്ന നരകത്തിൻ്റെ മുകളിൽ അത്രയും നേർപ്പിച്ചു കൊണ്ടിട്ടിട്ടുള്ള പാലത്തെ ഓർമ്മ വരുന്ന കോലത്തിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ള ഒരു വാക്ക് കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിച്ചത്. അത് കേൾക്കുമ്പോൾ നമുക്ക് പേടിയുണ്ടാവണം. പിന്നെ നമ്മൾ മനസ്സിലാക്കുകയും വേണം, ഈ പാലത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയാൽ എന്താവും? വീടുന്നത് നരകത്തിലേക്കാണെന്നുള്ളത്. കാരണം ആത്മാവിനെ സംബന്ധിച്ച് അതിൻ്റെ ലക്ഷ്യം അള്ളാഹുവിൽ അഭയം പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ അതല്ലാത്തത് എന്തൊക്കെയാണോ അതൊക്കെ ഈ നരകമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. നാറുല്ലാഹിൽ മൂഖദത്തുല്ലതി തത്വലിയു അലൽ അഫ്ഇദ, ഹൃദയങ്ങളുടെ മുകളിൽ വെളിവാകുന്ന ഒരു തീ അള്ളാഹുവിനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു രൂപത്തിൽ അള്ളാഹുവിലേക്ക് എത്തിപ്പെടുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടി കൂടിയാണ് അള്ളാഹു ഇങ്ങനെ ഒരു വാക്കിനെ ആ ഒരു രൂപത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ എന്താണ് ഈ നേരായ മാർഗം എന്ന് പറഞ്ഞാൽ? നേരായ മാർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹു ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താനാണ്. ഷോർട്ട് കട്ടാണത്. എന്നാൽ നമ്മൾ പലപ്പോഴും മറ്റേ ഷോർട്ട് കട്ട് എന്ന് മനസ്സിലാക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. 2 പുള്ളികൾ, 2 ഡോട്ട്സ് കുറച്ച് അകലത്തിലേക്ക് ഇങ്ങനെ ഇടുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഈ പുള്ളിയിൽ നിന്ന് ഈ പുള്ളിയിലേക്ക് നേരെ ഒരു വര വരയ്ക്കുക. എന്നിട്ട് ഈ പുള്ളിയിൽ നിന്ന് വീണ്ടും ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിട്ടുള്ള കുറേ വരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എളുപ്പത്തിലെത്തുന്നതാണ്. അതാണ് ഈ നേരായ വഴി, പെട്ടെന്ന് എത്താൻ വേണ്ടി. അള്ളാഹുവിന് ആഗ്രഹം പെട്ടെന്ന് അങ്ങോട്ട് എത്താനാണ്, അള്ളാഹുവിലേക്ക് വേഗം അടുക്കാനാണ് അള്ളാഹുവിന് ആഗ്രഹം. അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞത് ഈ നേരായ വഴി നീ തിരഞ്ഞെടുക്കുക. ഇതിലെ ആവുമ്പോൾ വേഗം നീ എന്ത് ചെയ്യും? എത്തും. അങ്ങനെ എത്തുമ്പോഴോ ഖലഖലക്കും മാ ഫിൽ അർളി ജമിയ, ഭൂമിയിലുള്ളത് മുഴുവനും നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. നീ ഇവിടെ ആഗ്രഹിക്കുന്ന ചെറിയ വീടോ അല്ലെങ്കിൽ എന്തെങ്കിലും വാഹനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയോ ഇതല്ല നിനക്ക് വേണ്ടി ഞാൻ നൽകിയത്. ഇവിടെ നീ കാണുന്നതും കാണാത്തതുമായ എല്ലാം ഞാൻ നിനക്ക് നൽകിയതാണ്. അതിലെന്തോ ചെറിയ കാര്യത്തിന് വേണ്ടിയാണ് നീ കരഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നത്. നീ അതൊക്കെ മാറ്റി വച്ചിട്ട് ഈ നേരായ വഴി കൂടെ കയറി വന്നിട്ട് നോക്ക്. അപ്പോൾ കാണാം ഈ താഴെ കിടക്കുന്ന ഈ സാധനങ്ങളുടെയൊക്കെ യാഥാർത്ഥ്യം എന്താണെന്ന്. ഇതാണ് അള്ളാഹു വിളിക്കുന്നത്. എത്ര നല്ല രൂപത്തിലാണ് അള്ളാഹു നമ്മളെ വിളിക്കുന്നത്, അല്ലേ? അപ്പം നമ്മൾ അള്ളാഹുവിൽ നിന്ന് വന്ന് ഇങ്ങോട്ട് താഴെ ഈ നഫ്സുൽ അമ്മാറത്ത് എന്ന് പറയുന്ന ഏറ്റവും മ്ലേച്ഛമായ ആ ചെളിക്കുണ്ടിലേക്ക് നമ്മൾ വന്ന് വീണപ്പോൾ നമ്മൾ അള്ളാഹുവിനോടുള്ള ആ ഇമ്പോർട്ടൻറ്റും നമ്മുടെ കരാറും കാര്യങ്ങളും ഒക്കെ നമ്മൾ മറന്നിട്ട് ഇവിടെ ഈ അമ്മാറത്തിൻ്റെ ആ ഏറ്റവും മലീമസമായിട്ടുള്ള അവസ്ഥയിൽ ആ ചെറിയ കുട്ടിയായിരിക്കുന്ന ആ പ്രായത്തിൽ കിടന്നുകൊണ്ട് കളിപ്പാട്ടങ്ങളുടെ പിറകെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിലേക്ക് എത്തിപ്പെടാനും അള്ളാഹു നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ജാഗ്രത വേണം. എന്ന് പറഞ്ഞാൽ അള്ളാഹു വല്ലാത്ത ഏതൊന്നിലേക്കാണോ നമ്മൾ നോക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്, ആകർഷിക്കുന്നത്, ശ്രദ്ധിക്കുന്നത്, അതിന് സമ്പത്താണെങ്കിൽ സമ്പത്ത്, കുടുംബമാണെങ്കിൽ കുടുംബം, വേറെ വല്ലതുമാണെങ്കിൽ അതിനെക്കൊണ്ടെല്ലാം നമ്മൾ പരീക്ഷിക്കപ്പെടും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ. ക്ഷമയുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ ഇനിയുള്ള വീഡിയോകളിൽ കുറച്ച് ഹിദായത്തിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. എങ്ങനെയാണ് ഹിദായത്ത്, എന്താണ് ഹിദായത്ത്, എന്താണ് സിറാത്തുൽ മുസ്തഖീം, അതിലേക്ക് എങ്ങനെയാണ് ഈ ഘട്ടം ഘട്ടമായിട്ട് കടന്നു പോകൽ എന്നൊക്കെയുള്ള വിഷയങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അറിയാനും കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു കാര്യങ്ങൾ നല്ല രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.